അഞ്ചയില 200 രൂപ, അഞ്ചയില അഞ്ച് പൊള്ളല് 200 രൂപ, അഞ്ച് വിളമീൻ 200 രൂപ. കുളച്ചിൽ ഹാർബറാണ്ടി കാണുന്നത്. ശരിക്കും ഇവിടെ ഹാർബർ പണിതേക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ തന്നെയാണ് ഹാർബർ പണിതേക്കണം. അതായത് കല്ലൊക്കെ ഇട്ട് നികത്തി സെറ്റ് ചെയ്തെടുത്താണ് നമ്മുടെ ഈ ഒരു ഹാർബർ പണിതേക്കണം. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളച്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ ലേലംവിളിയും കാര്യങ്ങളും ഇവിടെ കിട്ടുന്ന മീൻ എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മീനുകളുണ്ട്. അതെല്ലാം കാണിച്ചിട്ട് ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ബോട്ടുകാരുടെ ലേലംവിളി വെളുപ്പിനെ തുടങ്ങും. അപ്പോൾ വെളുപ്പിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകൾ കുറവാണ്, പണി മോശമുള്ള കടലിൽ. അപ്പോൾ അതിൻ്റെ വലിയ ബോട്ടുകളെല്ലാം കുറവാണ് ഇവിടെ. അതുപോലെ ഇപ്പോൾ കിട്ടുന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ഈ ഒരു വളത്തിന് പോകുന്ന മീനുകളാണ്. അതായത് ചെറിയ ഈ പറഞ്ഞ വളം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഈ പൊടിക്കാനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ചെറുമീനുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ മീനുകളാണ് ഇവിടെ ഇപ്പോൾ ഈ ലേലം വിളിച്ച് ഐസ് ചെയ്ത് ചേട്ടന്മാർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വന്ന് നമുക്ക് ഫ്രഷ് മീൻ അവിടെ കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വന്ന മുതലുണ്ട്. അതായത് വള്ളക്കാർ ചേട്ടന്മാർ ഇവരുടെ അടുത്തായിരിക്കും വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടതും കാണാത്തതായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടാവും. ശരിക്കും ഇവരാണ് ഈ പറഞ്ഞ പോലെ ചൂണ്ടയൊക്കെ ഇട്ട് നല്ല കിടില മീനൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഒരു വള്ളത്തിൽ നിന്ന് പിടിച്ച മീനുകൾ ഓരോന്നോരോന്നായിട്ടൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ എന്തൊക്കെ മീനാണുള്ളതെന്നും അതുപോലെ ഇവരുടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ പോയിട്ട്, അതുപോലെ വീഡിയോ അതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും ഒന്ന് ഷെയർ ചെയ്യാനും പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ ആ വള്ളത്തിൽ കിട്ടിയ മീനിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നേരെ ലേലം വിളിക്കാനായിട്ട് വേണ്ട. നമ്മുടെ നാട് മുനമ്പായതിൻ്റെ പേരിൽ ഇവിടുത്തെ കാര്യം പറയാം. ശരിക്കും മുനമ്പത്ത് രാവിലെ തന്നെ നമ്മൾ ഹാർബറിൽ ചെല്ലാൻ നേരത്ത് നമുക്ക് ഇഷ്ടമുള്ള മീൻ, ഇപ്പോൾ പലതരം മീനുകളുണ്ടാകും. ഇപ്പോൾ ബോട്ടുകാർ കൊണ്ടുപോകുന്ന മീനുകളായാലും പലതരം ഉണ്ടാകും. അപ്പോൾ ആ മീൻ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വാങ്ങിയൊക്കെ ചെയ്യാം. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാർബറിൽ മീൻ കുറവായിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ വള്ളക്കാർ വരാൻ നേരത്ത് ഇപ്പോൾ അയിലാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം അയിലായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മത്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം മത്തി, അങ്ങനെ എന്ത് മീനാണ് കിട്ടുന്നത് അതൊരു ലോഡായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതുപോലെ ഇവിടത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ മാത്രം ഫോക്കസ് ചെയ്തല്ലേ ഒരു പണിക്കോണം. കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ആയിട്ടുള്ള മീനുകളായിരിക്കും. അതിപ്പോൾ കലവി ഉണ്ടാവും, ഹമൂർ ഉണ്ടാവും, വിളമീൻ ഉണ്ടാവും, അങ്ങനെ പല മീനുകളുണ്ടാവും അവിടെ. ഇപ്പോൾ അവർ ലേലം വിളിച്ചെടുത്തേണ മീനാണ് നമ്മുടെ വിളമീൻ എന്ന് പറയുന്ന മീൻ. നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഡിമാൻഡുള്ള ഒരു മീനാണ് വിളമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കേരളത്തിൽ കിട്ടൽ കുറവാണ്, നല്ല അടിപൊളി മീനാണ്. അപ്പോൾ വിളമീൻ കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യം. കുളച്ചിൽ ഹാർബറിൻ്റെ ആകാശത്ത് നിന്നുള്ളൊരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കടലിൻ്റെ അവിടെ നിന്ന് കല്ലിട്ട് ഇങ്ങനെ നികത്തിയാണ് ഈ ഒരു ഹാർബറിൻ്റെ പണിതീർത്തേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇവർക്ക് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ രീതിയിലൊരു ഹാർബർ പണിതീർത്തേണ്. കുളച്ചിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയാണ് ഹാർബർ പണിതേണ്. നമ്മുടെ കേരളത്തിലുണ്ടിട്ട ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഹാർബർ മേക്ക് ചെയ്തെടുത്തേണ്. ശരിക്കും നല്ല ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. നിങ്ങൾ കുളച്ചിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഹാർബറൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ. നല്ല മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള മീനായിരിക്കുള്ളൂ, എല്ലാം ഫ്രഷ് ആയിരിക്കും. ഇവിടെ കൊണ്ടുപോകുന്ന മീനൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ വിറ്റ് തീർക്കോട്ടെ. അപ്പോൾ അതെ കിട്ടിയ മീനൊക്കെ നോക്കി മളുവൻ, അതുപോലെ തന്നെ നല്ല കിടിലം മീനുകളൊക്കെ ഉണ്ട്. കണ്ട വേറൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ തന്നെ ബൾക്കായിട്ടുള്ള മീനുകളൊക്കെ ഓരോ കമ്പനികൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ വള്ളക്കാരുടെ ചെറിയ മീനുകളൊക്കെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു അമ്മമാർ തന്നെയുണ്ട്. ഇവർ തന്നെ വാങ്ങിച്ചിട്ട് ഈ ഒരു ഹാർബറിൽ തന്നെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഇവർ തന്നെ അത് കച്ചവടം ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ലേലം വിളിയാണ്. നമുക്കൊന്ന് കണ്ടുനോക്കുക ഇവരുടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. കണ്ട ഇതിൽ പല മീനുകളും നമ്മുടെ കേരളത്തിൽ കിട്ടാറില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഈ പറഞ്ഞ പാരുമ്പോ നിൽക്കുന്ന മീനുകളാണ്, അതായത് പാറയുമ്പോൾ നിൽക്കുന്ന മീനുകളാണ്. ഇതൊക്കെ കഴിച്ചിട്ടില്ല, കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ കഴിച്ച മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമീനാണ്, അത് നല്ല ടേസ്റ്റുള്ള മീനാണ്. പിന്നെ നമ്മുടെ മളുവൻ അങ്ങനത്തെ ഉള്ള മീനുകളൊക്കെ നമ്മുടെ ബോട്ടിൽ പോകാൻ നേരത്ത് ചില സമയങ്ങളിൽ വലയിൽ കുടുങ്ങി 1-2 കിട്ടാറുണ്ട്. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. മളുവനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. അതുപോലെ തന്നെ ഹമൂർ, കലവ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എല്ലാവരും കഴിച്ചു ചെയ്യണം മീനായിരിക്കുള്ളൂ ഈ ഹമൂറും കലവയൊക്കെ. ഇത് കണ്ട ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് മീറ്റ് മാത്രമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ ക്യാമറ ആയിട്ട് ചെന്നപ്പോൾ പല അമ്മമാരും സമ്മതിച്ചില്ല ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ വെള്ളമീൻ, പിന്നെ നമ്മുടെ കലവ, പിന്നെ അതുപോലെ ചൂരിരിക്കുന്നുണ്ട്. അടിപൊളിയാണ്.
ഓടോടി വാ 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 5 അയില 200 രൂപ 5 അയില 5 പൊള്ളല് 200 രൂപ 5 വിളമീൻ 200 രൂപ അത് പോവാൻ ടിക്നിക്കില്ല നമ്മുടെ ക്ലാത്തിയാണ്ടി കാണുന്ന ശരിക്കും കേരളത്തിൽ ഇതിനെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല, പക്ഷെ ഇവരിവിടെ ഇതിനെ വിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് നമ്മുടെ മളുവൻ എന്ന് പറയുന്നത്, തൊട്ടുപ്പുറത്തിരിക്കുന്ന വിളമീൻ. പിന്നെ CD കാലിലുണ്ട്. പിന്നെ ഈ കാണുന്ന മീൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പുളിമീൻ എന്ന് പറയുന്ന മീനാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല, പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കല്ലുമ്മ കണ്ടുവരുന്ന ഒരു മീനാണ്, പാരി മീനാണ്. അതുപോലെ പിന്നെ കലവയുടെ കണ്ട കലവയൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. ആഹാ എന്താ ടേസ്റ്റ് എന്ന് പറയും, ഗ്രില്ല് ചെയ്യാനൊക്കെ അടിപൊളി മീനാണ്. അങ്ങനെ പല പല വെറൈറ്റി ടൈപ്പുകളുള്ള മീനുണ്ട് ഇവിടെ. നോക്കി കണ്ട ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പാരറ്റ് ഫിഷ് എന്ന് പറയും, തത്തമ്മ മത്സ്യം. ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ചെതമ്പലൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമുള്ള ചെതമ്പലാണ്. അത് ലേലം വിളിച്ച് അവിടെ ഇട്ടേണ്ടി. പണി കഴിഞ്ഞ് ഹാർബറിലേക്ക് കയറി പിന്നെ ഒരു ബോട്ടിൻ്റെ ഒരു വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ഡ്രോണിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ട്. ഇതിപ്പോൾ റഫ് ടൈം അല്ല, റഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ അങ്കോരികളും ഇവിടെ, കാരണം ചെറിയൊരു വായ്ഭാഗമാണ് ഇവിടെ താഴെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ വലുതല്ല. അതുപോലെ ആ ഒരു കടലിൻ്റെ കളറിൻ്റെ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് യാതൊരു രീതിയിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല, കറക്റ്റ് വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതേ ആ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുളച്ചിലൊക്കെ പോണ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹാർബറിലൊക്കെ ഒന്ന് പോയി കാണാം. നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മീനും വാങ്ങിച്ചിട്ട് പോകാം, ടേസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ അതേ ഹാർബറിൻ്റെ ആ ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ മാക്സിമം കടലിലേക്ക് ഇറക്കിയാണ് അവർ ആ ഒരു അഴിയും കാര്യങ്ങളൊക്കെ പണിതേക്കണത്. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും കിടലിന് ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ.